ഇന്നത്തെ ശ്ലോകം ഭഗവത്ഗീതയിലെ 7-ാം അധ്യായം 20-ാമത്തെ ശ്ലോകമാണ്. കാമസ്തൈസ്തൈർഹൃതജ്ഞാന പ്രപഞ്ചന്യേന ദേവത. അടുത്ത വരി ഭഗവത്ഗീതയിലെ 9-ാം അധ്യായം 23-ാമത്തെ ശ്ലോകമാണ്. യേവന്ന ദേവത ഭക്ത യജന്തേ സദ്ദയാനിദ തേബി മാമേവ കൗന്ദേയ യജന്ത വിധിപൂർവകം. നമ്മുടെ ജീവിതത്തിൽ എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും ആ ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി ഏത് ദൈവങ്ങളെയും നമുക്ക് സമീപിക്കാം. ഏത് ദൈവങ്ങളെയും നിങ്ങൾ സമീപിച്ചാലും ഏത് ദൈവങ്ങളോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാലും യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയാതെ എന്നെ തന്നെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്നതാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. ഇത് ഹൈന്ദവർ അംഗീകരിക്കുന്നു, അവർ സ്വീകരിക്കുന്നു, ഈ ശ്ലോകം അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഹൈന്ദവരെയോ അതല്ലെങ്കിൽ അവരുടെ ഗീതത്തെയോ ഒക്കെ ബഹുമാനിക്കുന്നു. ഞാൻ ഒരിക്കലും അവരെ ആക്ഷേപിക്കുകയോ മറ്റുള്ളതോ ഒന്നുമല്ല. മദ്രസ പാഠശാലകളിൽ ഭഗവത്ഗീത പഠിക്കണം എന്ന് പറയുമ്പോൾ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള വരികൾ ഇസ്ലാമിക ആദർശങ്ങളുമായിട്ട് യോജിപ്പിക്കാനും കഴിയുകയില്ല. ഖുർആൻ പഠിപ്പിച്ചത് എന്താ? ഇസ്ലാമിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ആരാധനകൾ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, പ്രപഞ്ചത്തിൻ്റെ ആരാധകനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമായിരിക്കണം, അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. അവരോടല്ലാതെ ആരാധന നടത്തിയാൽ മറ്റുള്ള ശക്തികളോട്, വ്യക്തികളോട്, ആരോടുമാകട്ടെ അത് ഷിർക്കാണ്. അത് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത പാപമാണ് എന്നതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് വഇലാഹുകും ഇലാഹും വാഹിദ്, വഇലാഹുകും ഇലാഹും വാഹിദ്. നിങ്ങളുടെ ആരാധ്യൻ, ഏക ആരാധ്യൻ ഒന്നേയുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഒന്നേയുള്ളൂ. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവർ ഒന്നേയുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥാവകാശൻ ഒന്നേ ഉള്ളൂ. പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന സകല ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും അടക്കം ഉപജീവനം നൽകുന്നവൻ, അന്നം നൽകുന്നവൻ, ഏക ഇലാഹ് ആരാധ്യൻ ഒന്നേയുള്ളൂ. അവരെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഇതാണ് ഇസ്ലാം.